കഴിഞ്ഞിട്ട് കടലിൽ നിൽക്കുന്ന ബാബറിനെതിരെ അല്ലെങ്കിൽ ബാബർക്കെതിരെ യുദ്ധം ചെയ്തു, ബാബറെ പരാജയപ്പെടുത്തി, അങ്ങനെ ബാബറെ ശിഷ്യനാക്കി. ഈ കഥയല്ലേ നിങ്ങളെല്ലാം കേട്ടത്? ഹിന്ദുക്കളായ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. പത്തനംതിട്ട ജില്ലയിലെ ഈ പറയുന്ന പന്തളത്ത്, അങ്ങനെ പന്തളത്തിനെ ആക്രമിക്കാൻ വേണ്ടി ബാബര് വന്നിട്ടുണ്ടെങ്കിൽ, കടലിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ, പന്തളത്തിന് ചുറ്റും എവിടെയാണ് കടലുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു കടലില്ലാത്തടത്ത് എങ്ങനെയാണ് കപ്പലിൽ ബാബരൻ വരേണ്ടത്? പോട്ട് പന്തളല്ല, പത്തനംതിട്ട ജില്ല തന്നെ എടുക്കൂ. പത്തനംതിട്ട ജില്ലക്ക് ചുറ്റും എവിടെയാണ് കടലുള്ളത്? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, ഹിന്ദുവിനെ വിഡ്ഢികളാക്കാൻ നോക്കുക. അങ്ങനെ ഒരു കടലില്ല. അപ്പോൾ ഞാൻ ഒരു വേദിയിൽ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, അത് പന്തളത്തിനല്ല, അതിന്റെ അപ്പുറം ആലപ്പുഴയിലൊക്കെ കടലുണ്ടല്ലോ എന്ന്. ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്പകശ്ശേരി രാജാവിന്റെ കീഴില, പന്തളത്തിന്റെ അല്ല. തൊട്ടപ്പുറം കായംകുളമാ, മാവേലിക്കരയുണ്ട്, ആലങ്ങാടുണ്ട്. പന്തളത്തിന് ആക്രമിക്കാൻ വന്നു എന്നാ പറഞ്ഞു. ആണോ അല്ലയോ? നമ്മളെ വിഡ്ഢികളാക്കുന്ന ഒരു കഥ അതവിടെ പൊളിഞ്ഞു. രണ്ടാമത്തെ കഥ, ഇത് പാടി നടക്കുന്ന ആരാണെന്നറിയോ? ഹിന്ദുക്കൾ പാടി നടക്കുന്നു സാക്ഷാൽ ശ്രീ അയ്യപ്പന്റെ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്താവിന്റെ കഥ, വിഡ്ഢിക്കഥ. പാടി നടക്കുന്ന കഥയെന്താണ് നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അയ്യപ്പൻ പാട്ട് കേട്ടിട്ടുണ്ടോ? അയ്യപ്പൻ പാട്ടിലൂടെ പാടി നടക്കുന്ന ഹിന്ദുക്കള് എന്താ പാടുന്നത്? അതിൽ പാടുന്ന കാര്യം ഈ പറയുന്ന ബാബരെന്ന് പറയുന്നത് എങ്ങനെയുണ്ടായി എന്നുള്ളതാ. പാത്തുമ്മ എന്നൊരു പെൺകുട്ടി അതീവ സുന്ദരിയാണ്. ഈ പാത്തുമ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിന് മോഹം തോന്നി. മഹാവിഷ്ണു പെണ്ണിനെ കണ്ടിട്ടേ ഇല്ല, ഈ പാത്തുമ്മ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ പെണ്ണായിട്ട്. എന്നിട്ട് അങ്ങ് വൈകുണ്ഠത്തിന് വന്ന് ഇതിനോട് പ്രേമം നോക്കാൻ വേണ്ടിട്ട്. ആ നോട്ട പറയുന്നവരെ താടിക്ക് തട്ടണ്ടേ? നമ്മളെ അയ്യപ്പന്മാര് പാടി നടക്ക അയ്യപ്പൻ പാട്ടിലൂടെ. എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന മഹാവിഷ്ണു ഈ പാത്തുമ്മയെ കണ്ടപ്പോൾ മോഹം തോന്നി. എന്നിട്ടോ ഈ പെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടി അവിടെ ഒരു കടമ്പ് വൃക്ഷമായി ഇങ്ങനെ പൂത്തുലഞ്ഞു നിന്നു. ആ കടമ്പ് വൃക്ഷത്തിൽ നിറയെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വിതറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ പറയുന്ന പാത്തുമ്മ എല്ലാം അങ്ങോട്ടേക്ക് പോവുക. അപ്പോഴാണ് ഈ പാത്തുമ്മയുടെ ഉമ്മ വിളിച്ചു പറയുന്നത്, മോളെ നീ അങ്ങോട്ട് പോകരുത്. കാരണം എന്താ? അത് മഹാവിഷ്ണു നിന്നെ ചതിക്കാൻ വന്നതാ. ഉമ്മക്ക് ജ്യോത്സ്യമാണ് ജോലി. അവിടെ പെട്ടെന്ന് മനസ്സിലായി. പ്രഗത്ഭ ജ്യോത്സ്യർ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണന്റെ സഹോദരിയാ ഉമ്മ. അതുകൊണ്ട് പെട്ടെന്ന് രാശി വെച്ച് നോക്കി ഇതാരാന്ന്. എന്റെ മോളോട് പറയാ, ഓടിപ്പോകരുത്, അത് നിന്നെ ചതിക്കാൻ വന്നയാ. പക്ഷെ പെണ്ണ് ഇത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. പെണ്ണെന്ത് ചെയ്തെന്നറിയാ? ഈ മരത്തിന്റെ അടുത്തേക്ക് പോയി കാമം മൂത്ത് നിൽക്കുക. ആര്? മഹാവിഷ്ണു വൃക്ഷത്തിന്റെ ഇതില്. ഉടനെ തന്നെ രണ്ട് കൈകളും കൊണ്ട് ഈ പെണ്ണിനെ അങ്ങ് വാരിയെടുത്തു. പെണ്ണിന് പള്ളയിലുണ്ടായി. അതാണ് ബാബര്. ചിരിക്കാൻ പറഞ്ഞതല്ല, അയ്യപ്പ പാട്ടിലൂടെ ഇവിടെ പാടി നടക്കുക. ആരാ പാടി നടക്കുന്നത്? ഹിന്ദുക്കൾ പാടി നടക്കുക. അയ്യപ്പൻ പാട്ടിൽ ബാബര് മാഹാത്മ്യം എന്ന് പറയുന്ന ഭാഗത്ത് പാടി നടക്കുന്ന ഇത്ര നീചമായ കാര്യങ്ങൾ നമ്മൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് പല സ്ഥലത്തും അയ്യപ്പൻ പൂജ നടത്തുന്ന ആഴിപൂജ നടത്തുക. വേറൊരു വിരോധാഭാസമുണ്ട്. ആഴിപൂജയും അയ്യപ്പൻ വിളക്ക് നടത്തുന്നിടത്ത് ചെയ്യുന്നത്, അവിടെ ഒരു ക്ഷേത്രമുണ്ടാക്കും. ആ ക്ഷേത്രമുണ്ടാക്കിയതിനടുത്ത് അവിടെ പൂജയും കാര്യങ്ങൾ നടന്നെടുക്കുമ്പോൾ ഒരു മുസ്ലിം വേഷധാരി അങ്ങോട്ടേക്ക് വരും. അയാള് കാലുകൊണ്ട് അത് ചവിട്ടി പൊളിക്കും. ആരാ ഇത് നടത്തുന്നത്? ഹിന്ദുവിന്റെ ക്ഷേത്രം പൊളിക്കാൻ വേണ്ടി മുസ്ലിം വേഷധാരിയെ കൊണ്ടുവന്ന് ക്ഷേത്രം പൊളിപ്പിക്കുന്ന അയ്യപ്പൻ വിളക്ക് നടത്തുക നമ്മുടെ ആൾക്കാര്. ഞാനിത് പാലക്കാടും കണ്ണൂരും പല വേദികളിലും പറഞ്ഞപ്പോൾ അയ്യപ്പൻ വിളക്ക് നടത്തുന്നവരോട് അവർ പറഞ്ഞു, ഈ പരിപാടി ഇവിടെ വേണ്ട, നിങ്ങൾ അയ്യപ്പൻ വിളക്ക് നടത്തിക്കോ, പക്ഷെ അമ്പലം പൊളിക്കുന്ന പരിപാടി വേണ്ട. വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം. ഇതാ നമ്മുടെ ഹിന്ദുക്കൾ ചെയ്തു വെച്ച ദുരിതം. ആ അയ്യപ്പന്റെ മാഹാത്മ്യം, ശബരിമലയുടെ മാഹാത്മ്യം പോലും അറിയാതെ ആരോ ഏതോ കാലഘട്ടത്തിൽ ചെയ്തത് ഇന്നും നമ്മൾ തുടർന്നു വരിക. പാട്ട് നോക്കണം. തകൃതത്താൻ തോട്ടത്തിൽ പന്തലകത്ത് 251 പേജിലെടുത്ത് നോക്കൂ നിങ്ങൾ. ബാബര് മാഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ
അയ്യപ്പൻ പാട്ടിൽ പാടുന്നതാ 251 പേജിലതാ പാട്ട്. ഇതുപോലത്തെ നിരവധി പാട്ടുകളുണ്ട്. എന്താ പറയുന്നത്? തകൃതത്താൻ തോട്ടത്തിൽ പന്തലകത്ത് കാതി എന്നൊരു പാത്തുമാക്കുട്ടി. കാതിയല്ല, ബാബരുടെ മോള. ബാബരുടെ മകളെ ലവ് ജിഹാദിലൂടെ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് പാത്തുമ്മ എന്നൊരു പേരിട്ട് തട്ടമിടിച്ചതാ. എന്നിട്ട് ഇവിടെ പറയാ, തകൃതത്താൻ തോട്ടത്തിൽ പന്തലകത്ത് കാതി എന്നൊരു പാത്തുമ്മക്കുട്ടിക്ക് പ്രായപൂർത്തി തികഞ്ഞതു നേരം തകൃതത്താൻ തോട്ടം പൂങ്കാവനത്തിൽ പൂമരമായി നിന്നത് വിഷ്ണു. അയ്യോ, വേറെ പണിയൊന്നുമില്ല, അവിടെ പോയി പൂവായിട്ടിക്കാൻ. പൂമരത്തിന്റെ പൂവത് കണ്ടു മോഹമോടങ്ങ് പാത്തുമ്മക്കുട്ടി പൂപറിപ്പാനായി ചെന്ന് പിടിച്ചപ്പോൾ ആ പൂമരമാകട്ടെ മേൽപോട്ട് പൊങ്ങി. വീണ്ടും പൂമരത്തിന്റെ കൊമ്പ് പിടിച്ചു കൊമ്പതിന്മേൽ പുണർന്നൊരു നേരം പാത്തുമ്മക്ക് ഡാഷിലുണ്ടായി. അമ്പോ ഇതാന്ന് വേറെ ഒന്നും കണ്ടിട്ടൊരു ചളുക്ക്. അങ്ങനെ ബാബുണ്ടായി പോലും. ഇത് നമ്മൾ അറിയണ്ടേ? ഇങ്ങനെ നമ്മൾ പാടി നടക്കുന്ന കാര്യം അറിയണ്ടേ? അതെനിക്കറിയില്ല, എനിക്കറിയില്ല. കേൾക്കണം. ആഴിപൂജ സമയത്ത് പാടുന്ന പാട്ടാ, തീർന്നിട്ടില്ല. മഹാവിഷ്ണു മായ കൊണ്ട് കാതി എന്നൊരു ഉമ്മയെ പുണർന്നു പോലു. ഇത് വേറെ പാട്ടാ, 2, 3 നില ഒരുപാട് പാട്ടുണ്ട്. ബാബർ മഹാത്മ്യത്തിൽ പറയുന്ന പാട്ടാണ്. മഹാവിഷ്ണു മായ കൊണ്ട് കാതി എന്നൊരു ഉമ്മയെ പുണർന്നു പോലു. മഹാവിഷ്ണു തന്നെ കാതിക്ക് മാലയിട്ട് 3.25 നാഴിക കൊണ്ട് കാതിക്ക് എന്തോ ഉണ്ടായി. അത് നിങ്ങൾ വായിച്ചോ? 10 തികഞ്ഞപ്പോൾ കാതിയുമ്മ ഒരു പെൺകുഞ്ഞിനെ പെറ്റു. ഇത് ഈ കാതി എന്ന് പറയുന്നില്ല, ഈ പാത്തുമ്മയുടെ ഉമ്മയാണ് കേട്ടാ. ഈ ഉമ്മക്ക് ആരാധി ഉണ്ടാക്കി കൊടുത്തത് കൃത്യമായിട്ട് പറയുന്നത് കേട്ടാ. നമ്മുടെ ഹിന്ദു ദേവി ദേവന്മാരെ കുറിച്ച് നീചമായ പാട്ടുണ്ടാക്കിയത് മുസ്ലിം അല്ല, ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാ. എന്നാൽ പല സ്ഥലത്തും അയ്യപ്പൻ പാട്ടിൽ ഇപ്പൊ ഈ പാട്ട് പാടുന്നില്ല, പലരും പറഞ്ഞ് പിന്തിരിപ്പിച്ചു. ആഴിപൂജ നടക്കുന്ന സ്ഥലത്ത് ഇത് ചെയ്യാൻ വിടാറില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഈ അയ്യപ്പൻ പാട്ട് ഈ ഭാഗം എഴുതി ചേർത്തതാ. നോക്കണം എന്തൊക്കെയാ അവര് എഴുതി ചേർത്തതെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ ഫുള്ളായിട്ട്? നിങ്ങൾ ഇനി ശ്രദ്ധിക്കൂ. പക്ഷേ നല്ല ഹിന്ദുത്വ ബോധമുള്ള ആൾക്കാർ അയ്യപ്പൻ പാട്ട് പാടുമ്പോ ഇത് പാടില്ല കേട്ടോ. നല്ല ഹിന്ദുത്വ ബോധമുള്ള ആൾക്കാര് അവർ അയ്യപ്പന്റെ പാട്ട് മാത്രമേ പാടാറുള്ളൂ, ബാബരുടെ മാഹാത്മ്യം പാടാറില്ല. ഇത് ബാബരുടെ മാഹാത്മ്യത്തിലാണ് ഇതുള്ളത്. അത് നമ്മൾ ചിന്തിക്കണം. അയ്യപ്പൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ പാടിയതല്ല, എഴുതിയതല്ല. നിരവധി ആൾക്കാർ നിരവധി കാലഘട്ടത്തിൽ എഴുതി ചേർത്തതാ. അതിന്റെ ഇടയ്ക്ക് ഏതോ വിഷഭക്തി ചേർത്തതാ ഇത്. മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും കുറ്റം പറയരുത്. പക്ഷെ പല സ്ഥലത്തും ഇത് പാടുന്നുണ്ട്, എല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലത്ത്. ഇപ്പൊ CBD അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ പാട്ട് നടത്തി, അവിടെ പാടിയില്ല, അവിടെ പാടിയില്ല. പക്ഷെ ചില സ്ഥലത്ത് ബാബര് മാഹാത്മ്യം. എന്താ ഭക്തി എന്നറിയാ. ആരെയാ പറയുന്നു? തീർന്നിട്ടില്ല, ഇനി അടുത്ത കഥയിലേക്ക് പോവാ. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ? ഈ പറയുന്ന ബാബര് ആരാണ് എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണം. ബാബർ ആരാണ് എന്ന്. ബാബർ ആരായിരുന്നു? ഈ പറയുന്ന പാത്തുമ്മ എന്ന് ഈ പറയുന്ന ബാബരുടെ മകളെ സ്നേഹം നടിച്ച് വിവാഹം കഴിച്ച് അവിടെ നിന്നും വായ്പൂരേക്ക് കൊണ്ടുപോയി തട്ടമിടിച്ച് പാത്തുമ്മ എന്ന് പേരുണ്ടാക്കി കൊടുത്ത് പിന്നീട് ശബരിമലയുടെ അധികാരം അങ്ങനെ കിട്ടി. ഇനി നിങ്ങൾക്കൊരു തെളിവ്, ഇനിയൊരു തെളിവ് വേണം. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു തെളിവാണ് പ്രധാനം. ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. എന്താണ്? ഐതിഹ്യമാല. അതിൽ കൃത്യമായി പറയുന്നു, നിങ്ങൾ ആര് വേണമെങ്കിൽ എടുത്തു നോക്കാം. 116 വർഷം മുമ്പ് ഞാൻ എഴുതിയ പുസ്തകം അല്ലാതെ. അതിൽ കൊട്ടാരത്തെ ശങ്കുണ്ണി പറയുന്നുണ്ട്, ബാബരുടെ പ്രതിഷ്ഠ മണ്ഡപം അവിടെയുണ്ട്, ബാബർക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട്, പ്രതിഷ്ഠ. അതുകൂടാതെ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഇതാണ് ആ പുസ്തകം. ഇത് 16-ാം പതിപ്പ. ഇതിപ്പം കിട്ടുന്നത് 26-ാം പതിപ്പ എന്ന് കിട്ടുക. ഈ പുസ്തകം 82 വർഷം മുമ്പ് എഴുതിയ പുസ്തക. ഈ 82 വർഷം മുമ്പ് എഴുതിയ പുസ്തകത്തിൽ കുറുമാളൂർ നാരായണപിള്ള എന്ന് പറയുന്ന ശ്രേഷ്ഠനായ വ്യക്തി പറയുന്നു,
എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പേട്ടതുള്ളി, അതിനുശേഷം തൊട്ട് മുമ്പിലുള്ള വാപുരന്റെ ദേവാലയത്തിലെ പ്രതിഷ്ഠാ മണ്ഡപത്തിൽ പോയി തൊഴുതതിന് ശേഷമാണ് അവിടുന്ന് പേട്ട കെട്ടി പേട്ട ശാസ്താവിന്റെ അരികിലേക്ക് പോകുന്നത്. ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അതേപടി ഞാൻ ഇരുന്ന് പകർത്തിയിട്ടുണ്ട്. ഞാൻ ശരിക്കുള്ള ചരിത്രമാണ് പകർത്തിയത്. ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഇത് ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല, സീരിയസ് ആയ കാര്യ. ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വർഷവും ധനുമാസത്തിന്റെ അവസാന നാളിൽ ഈ വാവരുടെ ദേവാലയത്തിൽ കൊടികയറി ഉത്സവം നടത്താറുണ്ട്. എവിടെ എവിടെ? വാപുരന്റെ ദേവാലയം എവിടെയാണത്? എരുമേലിയിൽ. ആ ബാബുരന്റെ ദേവാലയത്തിൽ എല്ലാ മാസവും ധനുമാസത്തിൽ 82 വർഷം മുമ്പ് എഴുതിയ പുസ്തകം സാക്ഷി. അവിടെ കൊടിയേറി ഉത്സവം നടത്താറുണ്ട്. ആ ദേവാലയം, ബാബുരന്റെ ദേവാലയം, പിന്നീട് പുൽപ്പുരയായത് ഓട് ഉള്ളതായി. ആ ഓടുള്ളത് പിന്നീട് ഇപ്പോൾ വലിയ കൊട്ടാരം പോലെയായി. നമ്മളെല്ലാവരും പറയുന്നു അത് സാക്ഷാൽ ബാബരു സ്വാമിയുടെ പള്ളിയായിരുന്നു, ബാബര് പള്ളിയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ രേഖകളിൽ അങ്ങനെ ഒരു ബാബര് പള്ളിയല്ല, അതിപ്പോ നൈനാർ മസ്ജിദ് എന്ന പേരില. ബാബര് പള്ളിയല്ല അവിടെയുള്ളത്, പകരം നൈനാർ മസ്ജിദ് എന്ന. ഹിന്ദുക്കളെ വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക, അയ്യപ്പന്മാരാ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പോകുമ്പോൾ അവിടെ പലതും വാരി എറിയുന്നുണ്ടല്ലോ ബാബര് സ്വാമി എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ അവിടെ കയറാറില്ല എന്ന്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി. 1950 കാലഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് വരുന്നത്. 75ാം വർഷമാണ് ഈ വർഷം ആഘോഷിക്കുക ദേവസ്വം ബോർഡ് വന്നതിന്റെ. ആ 1950 ദേവസ്വം ബോർഡ് വന്നിട്ട് ആ ശബരിമലയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്ന കുടുംബക്കാരെ ഇവർ വിളിപ്പിച്ചു. ചീരപ്പഞ്ചിറ കളരിയിലുള്ള ആളാ, കൊച്ചുകടുത്തയുടെ ആൾക്കാരാ, അതുപോലെ പലതരത്തിലുള്ള മലയറിയന്മാരും മറ്റുള്ളവർക്ക് അവിടെ പല ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ബാബുരന്റെ കുടുംബം എല്ലാരും വിളിപ്പിച്ചിട്ട് ദേവസ്വം ബോർഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിന് തക്കതായ രേഖകൾ കാണിക്കണം എന്ന്. അന്ന് രേഖകൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വിപ്ലവ പ്രസ്ഥാനം അല്ലെങ്കിൽ വിപ്ലവം തലക്ക് പിടിച്ച സുശീല ഗോപാലന്റെ കുടുംബമായിട്ടുള്ള ചീരപ്പഞ്ചിറ കളരിക്കാര് അതിന് സമ്മതിച്ചില്ല. അവര് പോയില്ല. സുശീല ഗോപാലൻ എല്ലാവർക്കും അറിയാം, അവര് ചെയ്തില്ല. എന്നാൽ അന്ന് കൊച്ചുകടത്തയുടെ ആൾക്കാർ ആ രേഖ സമർപ്പിക്കാൻ പോകുമ്പോഴേക്ക് സമയം കഴിഞ്ഞു എന്നിട്ട് തള്ളി. മലയാരന്മാരുടെ കയ്യിൽ സൂക്ഷിക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ചത് ഒരേ ഒരു കുടുംബം. ആരാ? ബാപുരന്റെ കുടുംബം. ബാപുരന്റെ കുടുംബം അന്ന് കൃത്യമായിട്ട് 2 രേഖകളാണ് അവിടെ സമർപ്പിച്ചത്. 242-ാമത്തെ പേജ് ശബരിമല സർവസ്വം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ രേഖകൾ നിങ്ങൾക്ക് കാണാം, അതിന്റെ പകർപ്പ്. എന്താ അതിൽ പറയുന്നത്? 242-ാമത്തെ പേജിലുള്ള ആ രേഖകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കോടതിക്ക് മുന്നിൽ ഇവർ സമർപ്പിച്ചു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ തുടർന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ദേവസ്വം ബോർഡും അംഗീകാരം കൊടുത്തു ഈ രേഖകൾ കണ്ടിട്ട്. എന്നാൽ ഈ രേഖകൾ ചോദ്യം ചെയ്യാൻ വേണ്ടി തന്റെ ഇടമുള്ള ഒരു ഹിന്ദു പോലും അന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖം. എന്തിനാ ചോദ്യം ചെയ്യേണ്ടത്? ചെമ്പോലയല്ലേ? ചെമ്പോലയാണ് സമർപ്പിച്ചത്. ഈ പട്ടയത്തിന്റെ പേര് ഇന്ന് ചെമ്പഴന്നൂർ പട്ടയം എന്ന പേരിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ മ്യൂസിയത്തിൽ ഈ 2 രേഖകളും കിടക്കുന്നുണ്ട്. എന്താ പട്ടയത്തിന്റെ പേര്? ചെമ്പഴന്നൂർ പട്ടയം. രേഖ 1 ചെമ്പഴന്നൂർ നിന്നുമുള്ള ചെമ്പു പട്ടയത്തിന്റെ പകർപ്പ്. എന്നാൽ പന്തളം കൊല്ലം 884-ാം ആണ്ട് ചിങ്ങം ഞായർ 15-ാം തീയതി. പുസ്തകത്തിലെ ആൾക്കാർ വായിക്കുന്നില്ലേ? നോക്കിക്കൊള്ളു. 242-ാമത്തെ പേജിലാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പുസ്തകം നിങ്ങൾ അവിടെ വെക്കണം എന്ന് പറയാൻ കാരണം, ഇത് നിങ്ങൾക്ക് പുറത്തെവിടെയും കിട്ടില്ല കേട്ടോ. അപ്പോൾ 884-ാം ആണ്ട് ചിങ്ങം ഞായർ 15-ാം തീയതി കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ കാഞ്ഞിരപ്പള്ളി മുറിയിൽ പള്ളി വീട്ടിൽ കുടിയിരിക്കും മല്ലാമിയ മഹമ്മൂരിന്റെ മകൻ ആലിക്കുഞ്ഞി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 321 വർഷം മുമ്പ് എഴുതിയ രേഖയാണത്.
ചെമ്പ് പട്ടയം എന്ന് പറയുന്നത് എപ്പോഴാ? 321 വർഷം മുമ്പ് എഴുതിയത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് അനുവദിച്ചു കൊടുത്ത സ്ഥലങ്ങളെ കുറിച്ചാ. അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല. അവര് പറയുന്നു, നമ്മുടെ വക കാനങ്കാലിക്കുന്ന് തെക്കു കൈപ്പട്ടൊരു ആറ്റിനു വടക്ക് വീരിപ്പിച്ചാലിന് തെക്ക് കിഴക്ക് തലമല കെട്ടിനു മേക്ക് നടുവിൽ മഹമ്മദീയ സംബന്ധമായ കർമ്മനിഷ്ഠങ്ങളും പൂജാചാരങ്ങളും 5 വിലക്കുറയും നന്മ തിന്മ ഗുണ ദോഷാദികൾ ചെങ്കമ്പ് മങ്കമ്പ് പല്ലക്ക് പരവതാനി പഴവടക്കേറ്റേതു നാക്കാല പന്തലും ഇതിനോട് കൂടെ നിലയ്ക്കൽ നോക്കണം. നിലയ്ക്കൽ താലൂക്കിൽ ശബരിമല ബാബുരസ്വാമി വകയ്ക്ക് തിരുവമ്പാടി പ്രവൃത്തിയിൽ എരിമക്കൊല്ലിപ്പേട്ടയിൽ ബാബുരസ്വാമി തന്നെ പൂജാചാരങ്ങളും ബാബുരസ്വാമിക്ക് പൂജ ആചാരങ്ങൾ ചെയ്യാൻ വേണ്ടി അനുവദിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. കരിമല, കരിമലയിൽ ബാബുരസ്വാമിക്ക് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്ന് ഈ രേഖയിൽ പറയുന്നു. അപ്പാച്ചിമേട്ടിൽ സ്ഥലം അനുവദിച്ചായിട്ട് പറയുന്നു. അതുപോലെ കാളകെട്ടിക്കൽ ഇവിടെ പറയുന്നു. കാളകെട്ടിയും ഇഞ്ചിപ്പാറക്കോട്ടയിലും, കാളകെട്ടി, ഇഞ്ചിപ്പാറ, കരിമല, അപ്പാച്ചിമേട് 4 സ്ഥലമായി. ശബരിമല ബാബുരു നടയിലും ആ ചന്ദ്രകാലമേ സന്തതി ആവേശം എന്നോളം ഈ സ്ഥലത്ത് നിലനിൽക്കുന്നതിനായി തിരുവടയാളം കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ശബരിമലയിലുള്ള ശ്രീ ധർമ്മശാസ്താവിന് സന്നിധാനത്ത് മാത്രം ഒരു സ്ഥാനം കൊടുത്തപ്പോൾ അവരുടെ ഭൂതഗണമായിട്ടുള്ള ബാബുരനെ 4 സ്ഥലത്ത് നിങ്ങൾക്ക് യഥേഷ്ട സ്ഥലം കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. ഈ രേഖയും കൊണ്ട് ഇന്ന് വഖഫ് ബോർഡിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം മുഴുവൻ തന്നെ അവർക്ക് കൊടുക്കേണ്ടതായി വരും. ഈ രേഖകൾ പ്രകാരം കോടതി പോയാൽ ഇത് വഖഫ് ബോർഡിനാ. കരിമലയും അപ്പാച്ചിമേടും ഇഞ്ചിപ്പാറക്കോട്ടയും എല്ലാം തന്നെ തലപ്പാറയല്ല ഇവർക്ക് കൊടുക്കണം. ഈ രേഖ ചെമ്പഴന്നൂർ പട്ടയം എന്ന് പറയുന്ന രേഖ ഇന്നും നിലവിലുണ്ട്. നോക്കണം. അത് അവരുടെ മക്കളെ കാലത്ത് ചന്ദ്രൻ നിൽക്കുന്ന കാലത്തോളം എന്നാ പറയുന്നത്. ഈ രേഖയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ രേഖയുടെ തൊട്ട് താഴെ എഴുതി ഒപ്പിട്ടതാരാ? ആരാ? രാമസുന്ദര കൃഷ്ണൻ. ആരാ? പന്തളം രാജാവല്ലേ? അങ്ങനെ ഒരു രാജാവ് പന്തളത്ത് ഉണ്ടായിട്ടേ ഇല്ല. ഈ രേഖ വ്യാജമാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, ഈ രേഖയിൽ ഒപ്പിട്ടിരിക്കുന്ന പന്തള രാജാവായിട്ട് രാമസുന്ദര കൃഷ്ണൻ എന്ന് പറയുന്ന ആള്, അങ്ങനെ ഒരു ആള് രാജകൊട്ടാരത്തിലുണ്ടായിട്ട് അങ്ങനെ ഒരു രാജാവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വ്യാജമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. രണ്ടാമത്തെ രേഖയും കൂടി നോക്കിയിട്ട് ഒന്നുകൂടി വിശദമാക്കാം. അവിടെ പറയുന്നത് കൊല്ലം 968 ആണ്ട് കർക്കടകം ഞായർ 15-ാം തീയതി എന്നാണ്. നോക്കണം. ആ രേഖ ഉണ്ടായിട്ട് 280 വർഷം. ആദ്യത്തെ രേഖ ഉണ്ടായത് 321 വർഷം. ഇനിയാണ് ഈ രേഖ മുഴുവൻ വ്യാജമാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഏതാ താലൂക്ക്? ഒന്നാമത്തെ രേഖയിലും രണ്ടാമത്തെ രേഖയിലും കൃത്യമായി പറയുന്നു നിലയ്ക്കൽ താലൂക്കിൽ എന്ന്. 321 വർഷം മുമ്പ് എന്നല്ല, ഇന്നും നിലയ്ക്കൽ എന്ന് പറയുന്ന ഒരു താലൂക്ക് ഉണ്ടായിട്ടില്ല. നിലയ്ക്കൽ എന്ന് പറയുന്ന താലൂക്ക് ഈ 500 കൊല്ലത്തിനല്ല 1000 കൊല്ലത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ ഈ രേഖയിൽ നിലയ്ക്കൽ എന്ന് പറയുന്നത് വന്നു? തീർന്നിട്ടില്ല. അപ്പോൾ ഈ നിലയ്ക്കൽ താലൂക്ക്, താലൂക്ക് എന്ന് നമ്മൾ എഴുതിയില്ലേ, ഈ താലൂക്ക് എന്നുള്ളത് പഴയ രേഖയിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു 60 കൊല്ലത്തിന് ഇപ്പുറമുള്ള രേഖയിൽ മാത്രമേ താലൂക്ക് എന്ന് എഴുതാറുള്ളൂ. 100 കൊല്ലത്തിനപ്പുറമുള്ള രേഖകളിലെല്ലാം തന്നെ പഴയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും, തലനരച്ച ആൾക്കാർ. അവർ പറയും ഹജ്ജൂർ കച്ചേരി എന്നാ എഴുതുക, ഹജ്ജൂർ എന്നാ എഴുതുക. താലൂക്കിന്റെ ശരിയായ മലയാള പദമാണ് ഹജ്ജൂര്. അങ്ങനെയാണ് എഴുതാറ്. അപ്പോൾ 50 കൊല്ലത്തിനടുത്ത്, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന 1950 കാലഘട്ടങ്ങളിൽ കൃത്രിമമായി എഴുതി തയ്യാറാക്കിയ രേഖയാണ് ഇത് എന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. തീർന്നിട്ടില്ല. പിന്നെ പറയുന്നത് എന്താ? ഞായറാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് പറയുന്ന വാക്ക് അന്നത്തെ ഒരു രേഖയിലുമില്ല. പഴയ രേഖ നിങ്ങൾക്ക് എടുത്തു നോക്കി കാണാൻ കഴിയും. അതിലുള്ളത് സോമവാരം, ചന്ദ്രവാരം എന്ന രീതിയിലാണ് എഴുതാറ്. അതുകൊണ്ട് തന്നെ 320 വർഷം മുമ്പ് ഇങ്ങനെ ഒരു രേഖ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണ് എന്ന് നമുക്ക് പറയാം. പോട്ടെ, അതെല്ലാം പോട്ടെ. ഏതാ ദിവസം പറഞ്ഞത്? 15-ാം തീയതി
ഞായറാഴ്ച എന്നല്ലേ? അന്ന് ഞായറാഴ്ചയല്ല, അന്ന് ശനിയാഴ്ചയായിരുന്നു. 50 കൊല്ലം മുമ്പ്, 321 വർഷം മുമ്പുള്ളത് ആരും ചകഞ്ഞു കണ്ടുപിടിക്കില്ലെന്ന് തോന്നി. ഇങ്ങനെ ഒരു വർഗീയവാദി അവിടെ ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. ഈ രേഖകളെല്ലാം ഞാൻ എഴുതി തയ്യാറാക്കി പന്തള രാജാവിനോട്, ശശികുമാര വർമ്മയ്ക്ക് ഞാൻ ഇത് കൊടുത്തു. അയാൾ വായിച്ചിട്ട് വായ തുറന്നൊക്കെ പിടിച്ചു. ഇങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഈ രേഖ നോക്കിയോ? ആരെങ്കിലും, ഏതെങ്കിലും ഒരു ഹിന്ദു ഇതിനെതിരെ പ്രതികരിച്ചോ? ശക്തമായ രീതിയിൽ ഞാൻ ഇത് പഠിച്ച് ആദ്യമായിട്ട് ഇത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നു. എനിക്കെതിരെ ബാബരുടെ കുടുംബം ഭീഷണി മുഴക്കി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വെല്ലുവിളിച്ചു. ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർ രേഖ ഹാജരാക്കണം. രേഖ ഹാജരാക്കി കഴിഞ്ഞാൽ അത് വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ രേഖയിൽ പറയുന്നു കർക്കടകം ഞായർ 15-ാം തീയതി എന്ന്. കർക്കടകം 968 ആണ്ട് കർക്കടകം ഞായർ 15-ാം തീയതി എന്ന്. അന്നും ഞായറാഴ്ചയല്ല, അന്ന് തിങ്കളാഴ്ചയാണ്. ഇത് കൃത്യമായി ഗണിച്ചെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള ശരണ്യ എന്ന് പറയുന്ന എന്റെ ഒരു ശിഷ്യയുണ്ട്, ജ്യോത്സര. അവിടുത്തെ നോക്കി, കണ്ണൂർ ജില്ലയിലെ ജ്യോത്സരം നോക്കി, പല ജ്യോത്സരന്മാരും നോക്കി ഇത് ഞായറാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്ന്. എല്ലാവരും ഗണിച്ചു. പഴയ പഞ്ചാംഗം എടുത്തു. 1000 കൊല്ലത്തെ പഞ്ചാംഗമുണ്ട്. ആരത്? പഞ്ചാംഗം ബുക്സിന്റെ തന്നെ. അതിലെല്ലാം തന്നെ തിങ്കളാഴ്ച. പിന്നെ എങ്ങനെ ഇത് വന്നു? പിന്നെ എങ്ങനെയാണ് ഈ രേഖയിൽ ഇങ്ങനെ വന്നത്? ഹിന്ദുക്കളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അവർ വ്യാജമായി ഉണ്ടാക്കിയ രേഖയാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണത്. എന്നിട്ട് നമ്മൾ മതമായി നമുക്ക് ആരും ദ്രോഹിക്കുന്നു വേണ്ടട്ടോ, അത് അവരെടുത്തോട്ടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നും ശബരിമലക്ക് പോകുന്ന ഭക്തന്മാര് ആ 18-ാം പടിക്ക്, കാരണം ഈ 18-ാം പടിയുടെ മുകളിൽ മാളികപ്പുറത്തുണ്ടായിരുന്ന സംഭവം ഉണ്ടല്ലോ, 1900-ൽ തീവെപ്പുണ്ടായല്ലോ. തീവെപ്പുണ്ടാവുന്നതിന് കുറച്ച് വർഷം മുന്നേ തന്നെ അവിടെ പ്രശ്നമായി. ചില വർഗീയവാദികൾ പറഞ്ഞു ഇസ്ലാം മതവിശ്വാസിയെ മുകളിലിരുത്താൻ പറ്റില്ല എന്ന്. അതിന്റെ പേരിൽ പ്രശ്നമായപ്പോഴാണ് ആ 18-ാം പടിയുടെ മുകളിൽ നിന്നും അവിടെ നിന്ന് മാറ്റി 50 മീറ്റർ ദൂരത്തായിട്ട് ഇവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തത്. അവിടെയും പ്രതിഷ്ഠയുണ്ടായിരുന്നു. 82 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഈ ശ്രീഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ഈ പുസ്തകത്തില് അത് കൃത്യമായി പറയുന്നു. അവിടെ പ്രതിഷ്ഠയുണ്ടായി എന്ന് മാത്രമല്ല, 90 വർഷം മുന്നേ ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി വന്ന വരവ് ചെലവ് കണക്കുകൾ, ബാബരുടെ പ്രതിഷ്ഠ നടത്തിയതിനു സമയത്തുണ്ടായ വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് അന്നത്തെ ഗവൺമെന്റിന്റെ ഹജ്ജൂരിൽ ഇന്നും ഉണ്ട് എന്നർത്ഥം. അത് മ്യൂസിയത്തിലുണ്ട്, വരവ് ചെലവ് കണക്ക്. ബാബരുടെ ക്ഷേത്രത്തിന് ആ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി വന്ന ചെലവുകളെ കുറിച്ച്. എന്നാൽ 1950 അടുത്തപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം അവരെടുത്തു മാറ്റി. അവിടെ വലിയ കുളം മൂടപ്പെട്ടു. ആ കുളത്തിനുള്ളിലേക്ക് അത് കളഞ്ഞിട്ടുണ്ടാവണം, അറിയില്ല. എരുമേലിയിലുള്ള വിഗ്രഹം എടുത്തു മാറ്റി. അവിടെ വലിയ പള്ളി എടുത്തു. ഇനി എപ്പോഴാണ് ശബരിമലയിലെ ക്ഷേത്രം പൊളിച്ച് അവിടെ പള്ളി പണിയുക എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പ, അതും അയ്യപ്പനാണെന്ന് കരുതി നമ്മൾ അവിടേക്ക് പോകും. നമ്മൾ ചിന്തിക്കണം. അയ്യപ്പ സത്രം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ ചരിത്രം മുഴുവനായിട്ട് നമ്മൾ അറിയണം. ശബരിമലയുടെ ചരിത്രം മുഴുവനായിട്ട് നമ്മൾ അറിയണം. ഈ രണ്ടാമത്തെ ആ രേഖയിൽ പറയുന്ന ഒരു കാര്യം എന്നറിയോ? 280 വർഷം മുമ്പ് ഈ പറയുന്ന സ്ഥലത്ത് ശബരിമലയിൽ കിട്ടുന്ന വരുമാനത്തിൽ 244-ാമത്തെ പേജിൽ മുകളിൽ എഴുതിയിട്ടുണ്ട് 1000 പണം ഇവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണമെന്ന്. ബാബർക്ക് അവരെ കിട്ടുന്ന ഭണ്ണാര പൈസ മാത്രമല്ല, 1000 പണം കൊടുക്കണം. പക്ഷെ അന്ന് എന്ന് വെച്ചാൽ അന്നല്ല, ഒരു 100 കൊല്ലത്തിനടുത്തുള്ള സമയത്ത് തന്നെ ഇവിടെ വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 18,000 അടുത്തിനടുത്ത് റുപ്യ. ആ സമയത്ത് അതിനേക്കാളും 150 വർഷം മുമ്പ് തന്നെ 1000 പണം ഇവർക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ഗണന പ്രകാരമാണെങ്കിൽ ഒരു 100 കോടി രൂപ ഇവർക്ക് കൊടുക്കണമെന്നർത്ഥം. എന്തിന്? ഈ രേഖ വെച്ച് അവർക്ക് കേസിന് പോയാൽ അങ്ങനെ നടക്കും. അപ്പോൾ ഇതിലും പറയുന്നത് മറ്റൊരു കാര്യം, ബാബർക്ക് എത്ര സ്ഥലം അനുവദിച്ചിട്ടുള്ളത്? 18-ാം പടിക്ക് താഴെ അവർക്ക് അനുവദിച്ച സ്ഥലം 40 കോൽ സമചതുര സ്ഥലമാണ്. ആണോ അല്ലയോ? 244-ാമത്തെ പേജിൽ മുകളിലത്തെ കണ്ണിക, അതിന്റെ അവസാന ഭാഗം 40 കോൽ ചതുരശ്ര
സ്ഥലമാണ്, സമതലമാണ് ഇവർക്ക് അനുവദിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. എന്നാൽ അവിടുത്തെ പ്രധാന ദേവനായ ശാസ്താവിന് 23 കോൽ സമചതുര സ്ഥലമാണുള്ളത്. ആ സ്വാമിയുടെ നേരെ ഇരട്ടി സ്ഥലം വാവർക്ക് വേണമെന്ന്. എന്ന് വെച്ചാൽ വാവർ ഇരിക്കുന്നിടത്ത് 40 കോൽ ചതുരശ്ര സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സന്നിധാനം അടക്കമുള്ളത് പൊളിച്ചു മാറ്റിട്ട് ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ രേഖകൾ പ്രകാരമുള്ളത്. വ്യാജമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ഒരിക്കലും ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. ഇനി വേറൊരു കാര്യം, ഈ ബാബര് ഇസ്ലാം തന്നെയാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ. ഈ രേഖകളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, രേഖകളൊന്നും നമുക്ക് വേണ്ട. ഈ പറയുന്ന ബാബര് ഇസ്ലാം ആണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള പേര് മുഹമ്മദ് എന്നാണ്. എന്തുകൊണ്ടാണെന്നറിയോ? സാക്ഷാൽ മുഹമ്മദ് നബിയോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് അവരുടെ ആൾക്കാരെല്ലാം മുഹമ്മദ്, മുഹമ്മദ് സലാം, മുഹമ്മദ് സത്താർ ഇങ്ങനെയൊക്കെ പേരിടും. എന്നാൽ ഇത്തരത്തിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ബാബരെങ്കിൽ ആ ബാബരുടെ പേരിൽ ഒരാളെ പോലെ ഇന്നൊരു മുസ്ലിമുകളുടെ ഇടയിൽ കാണുന്നില്ല. എന്തുകൊണ്ട് ഇവരുടെ മക്കൾക്ക് ബാബർ എന്ന് പേരിടുന്നില്ല? ഇടണ്ടേ? അവരുടെ ആരാധ്യനായിട്ടുള്ള ഒരു ഗുരുവല്ലേ, ശ്രേഷ്ഠനായിട്ടുള്ള അറേബ്യല്ലേ, അറേബ്യ എന്ന് വന്നാളല്ലേ, എന്തുകൊണ്ട് അവർക്ക് ഒരാൾക്ക് ബാബർ എന്ന് പേരിട്ടില്ല? ചിന്തിക്കണം നമ്മൾ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ആരാധനമൂർത്തിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ ബാബർ എന്ന് പേരിടുന്നില്ല ഹിന്ദുക്കൾക്ക്? ആ ചോദിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി നമുക്ക് തന്റെ ഇടത്തോടു കൂടെ പറയാം, ഹിന്ദുക്കള് ഒരാൾ പോലും ഭൂതഗണങ്ങളുടെ പേര് മനുഷ്യന്മാർക്കിടാറില്ല. അസ്ത്രഭൈരവൻ ആർക്കും പേരിട്ടിട്ടുണ്ടാ? കണ്ഠാകർണൻ പേരിട്ടിട്ടുണ്ടാ? കടുശബ്ദനും കടൂരവനും കൂപനേത്രനും ആർക്കും പേരിട്ടിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ബാബരൻ എന്ന് പേരിട? ഭൂതഗണങ്ങളുടെ പേര് ഇടാറില്ല. ശ്രദ്ധിക്കണം. നമ്മൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെ പ്രസാദമായിട്ട് കൊടുക്കാം. ഈ ബാബരസ്വാമിയുടെ പ്രിയപ്പെട്ട പ്രസാദമാണല്ലോ എന്ത്? ഭസ്മം. എരുമേലി പോകുമ്പോൾ ഭസ്മം തരുന്നില്ലേ? ബാബർക്ക് പ്രിയപ്പെട്ടതായത് കൊണ്ടല്ലേ ഭസ്മം തരുന്നത്. എന്നാൽ ആ ബാബർക്ക് പ്രിയപ്പെട്ട ഭസ്മം എന്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ ആൾക്കാരുടെ നെറ്റിയിലിടുന്നില്ല? ശരിയാണോ ഞാൻ പറയുന്നത്? ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആള് ആ ക്ഷേത്രത്തിലെ പ്രസാദം നെറ്റിയിലിടണം. ആ ഭഗവാന്റെ പ്രിയപ്പെട്ട പ്രസാദമാണെങ്കിൽ അത് കഴിക്കണ്ടേ? എന്നാൽ ശബരിമലക്ക് പോകുന്ന വഴിക്കുള്ള എരുമേലിയിലോ ഇനി സന്നിധാനത്തുള്ള ബാബര് നടയിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രധാന പ്രസാദമായി ഭസ്മം കൊടുക്കുമ്പോഴും ഇവരുടെ നെറ്റിയിലിടാത്തത്? ഹറാമാണ്. ഹറാമാണ്. പക്ഷെ പണം ഹറാമല്ല. ഹിന്ദുവിനെ ചൂഷണം ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അവന്റെ മനസ്സ് നിർമ്മലമാണ്, അവന്റെ ഭക്തിയാണ് അവിടെ പ്രധാനം. ആ ഭക്തിയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ എല്ലാം തന്നെ പറയുന്നില്ല. നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വാങ്ങാൻ 3 കൂടിയുണ്ട്, വാങ്ങിക്കാം വേണമെങ്കിൽ. എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് ശബരിമലക്ക് പോകുന്ന ആൾക്കാർക്ക്. ഈ രേഖയെ കുറിച്ച് ഇനിയും ഒരുപാട് വ്യാജമാണ് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇനിയും കടക്കുന്നില്ല. അവിടെ മറ്റു പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് വെളുത്ത എന്ന് പറയുന്ന ഒരാളെ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അർത്തുങ്കൽ പള്ളിയിലുള്ള ഒരു വെളുത്തച്ഛനുണ്ട്. അയ്യപ്പന്റെ സന്തത സഹചാരിയാണ് വെളുത്തച്ഛൻ എന്ന് പറയുന്നു. ശബരിമലക്ക് പോകുമ്പോൾ ആ ചരിത്രം ഇതിനകത്തുണ്ട് കേട്ടോ. ശബരിമലക്ക് പോകുന്ന ഭക്തന്മാര് മാല ധരിച്ച് അയ്യപ്പ സന്നിധിയിൽ പോയി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അർത്തുങ്കൽ പള്ളിയിലെത്തിയിട്ടാണ് മാല അഴിക്കേണ്ടെന്ന ആലപ്പുഴക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആൾക്കാർ മാല അഴിക്കാൻ വേണ്ടി അർത്തുങ്കൽ പള്ളിയിൽ പോകും. ക്രിസ്ത്യൻ പള്ളിയിൽ ആരാ? അർത്തുങ്കൽ പള്ളിയിൽ വെളുത്ത. ആരാ വെളുത്തച്ഛൻ? വെളുത്തച്ഛന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ആര്യൻ കേരളൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്ന്. ആ ആര്യൻ കേരളനുമായി ബന്ധപ്പെടുത്തിയാണ് വെളുത്തയുടെ കാര്യങ്ങൾ പറയുന്നത്. കേവലം 350 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ വെളുത്തക്ക്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അർത്തുങ്കൽ പള്ളി എന്ന് പറയുന്നിടത്ത് വിശുദ്ധ ആന്ത്രിയോസിന്റെ പേരിൽ 1581 പള്ളി സ്ഥാപിക്കുന്നത്. മെട്രോ
ഹരിവരാസനം മെട്രോ ആണേ, മനോരമയുടെ. എപ്പോഴാണ്? 1581. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അർത്തുങ്കൽ പള്ളി ഇടവകയാകുന്നത്, ഒരു പള്ളിയായിട്ട് രൂപാന്തരം. അന്ന് യൂറോപ്യൻ ആയിട്ടുള്ള ഗാസ്പർ പയസ് എന്ന് പറയുന്ന മിഷണറി അവിടെ ചുമതലയേറ്റി. അദ്ദേഹത്തിന് ശേഷം മറ്റൊരു പാതിരി വന്നു, ഗാസ്പർ പയസ് എന്ന് പറയുന്ന ഒരാൾ വന്നു എന്നർത്ഥം. ആ ഗാസ്പർ പയസിന് ശേഷമാണ് ജക്കോമ ഫെലീഷ്യ എന്ന് പറയുന്ന ഒരു അച്ഛൻ വന്നത്, പള്ളിയിലെ അച്ഛൻ. അയാൾ നല്ല വെള്ള നിറത്തിലുള്ള ആളായിരുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. ആ വെള്ളക്കാരനായ അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചു വെളുത്തച്ഛൻ എന്ന്. ഈ വെളുത്തച്ഛന് ആര്യൻ കേരളനുമായിട്ട് ബന്ധമുണ്ട്. ഇവർ പറയുന്നത് വെച്ചാൽ അയ്യപ്പനും വെളുത്തച്ഛനും സമകാലികനായിരുന്നു. അയ്യപ്പന്റെ കാലഘട്ടം 780, ഈ വെളുത്തയുടെ കാലഘട്ടം 350 വർഷം മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആര്യൻ കേരളന്റെ കാര്യം. അയ്യപ്പനെ ഈ ചീരപ്പഞ്ചിറ കളരിയിലേക്ക് കൊണ്ടുപോയത് വെളുത്തച്ഛനാണെന്നും അവിടെ നിന്നാണ് പൂഴിയംഗം പഠിച്ചതെന്നും അവിടെയുള്ള ലീല എന്ന് പറയുന്ന പെൺകുട്ടിയുമായി അയ്യപ്പൻ പ്രണയത്തിലായെന്നുമാണ് നമ്മൾ കഥ കേൾക്കുന്നത്. തെറ്റ്. അത് ആര്യൻ കേരളൻ എന്ന് പറയുന്ന പന്തളത്തിലെ ഒരു യുവാവായിരുന്നു. അതാണ് ജക്കോമ ഫെലീഷ്യ എന്ന പേര്. ഈ വെളുത്തനപുരം അവിടെ പോകുന്നതും പരിചയപ്പെടുന്നതും. ഈ ജക്കോമ ഫെലീഷ്യ മരണമടഞ്ഞത് 1632 1632 എന്ന് പറയുമ്പോൾ എത്ര വർഷമെന്ന് കണക്കൂട്ടിക്കോ നിങ്ങൾ. അതാണ് അയ്യപ്പനുമായിട്ടുള്ള ബന്ധമുള്ള വെളുത്തച്ഛൻ സന്തത സഹചാരിയാണ്, ഒന്നിച്ച് കളിച്ച് പഠിച്ച് വളർന്നവരാണെന്നൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങളും വെളുത്തയുടെ കാര്യത്തിൽ ഞാൻ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ യഥാർത്ഥ ചൈതന്യത്തെ തിരിച്ചറിയണം. അതല്ലാതെ ശബരിമലക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് അയ്യപ്പനും മണികണ്ഠനും ശാസ്താവും ആര്യൻ കേരളനും ഒക്കെ ഒന്നാണെന്നാ. ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അയ്യപ്പ സത്രം ശരിക്കും ഈ 3 ദിവസം കൊണ്ട് നടത്തേണ്ടതല്ല. എന്റെ ശബ്ദമൊക്കെ പോയി. എന്റെ അടുത്ത് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹി വന്ന് പറഞ്ഞു, അവിടെ CBD അയ്യപ്പ ക്ഷേത്രത്തില് അയ്യപ്പ സത്രം കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ തന്നെ ഇവിടെ തുടങ്ങിക്കൂടെ എന്ന്. എങ്ങനെ ഈ ശബ്ദം വെച്ച് ചെയ്യാൻ പറ്റും? എന്റെ അടുത്ത ദിവസം 2 ആഴ്ച ലീവ് എടുക്കണം. ശരീരം തളരും, നാവ് തളരും, പക്ഷെ മനസ്സ് തളരൂല. ഈ സന്ദേശം നമുക്ക് പരമാവധി സനാതനധർമ്മ വിശ്വാസികളിലേക്ക് എത്തിക്കണം. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികളെ ഇനി അധികകാലം ചൂഷണം ചെയ്യാൻ കഴിയില്ല. ദൈവം സാധിച്ചു തരികയാണെങ്കിൽ ഒരു 3-4 വർഷത്തിനുള്ളിൽ എരുമേലിയിൽ നമുക്കൊരു വാവരുടെ ക്ഷേത്രം ഉണ്ടാകുന്നതായി കാണാം. അതിനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പോകുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാരും ശരണം വിളിച്ച് കൊച്ചമ്പലത്തിലെത്തി പേട്ട തുള്ളിയിട്ട് നേരെ പോകേണ്ടത് വാവരുടെ അമ്പലത്തിലേക്കാണ്. അല്ലാതെ ഹിന്ദുവിന്റെ പണം മോഹിച്ച് കാവൽ കിടക്കുന്ന ഒരു പള്ളിയിലേക്കല്ല പോകേണ്ടത്. അതിനുള്ള അവസരം നമുക്ക് വരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനു വേണ്ടുന്ന സാമ്പത്തികം നിങ്ങളുടെ അറിവിലേക്ക് എത്തുമ്പോൾ അയച്ചു കൊടുക്കുക അവർക്ക്. അതിനുള്ള ഭൂമി വാങ്ങിക്കഴിഞ്ഞു, അവിടെ വാങ്ങിക്കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കാൻ പോവുക. ഒരു 5 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ആ സന്നിധിയിലേക്ക് പോകാം. ഹിന്ദു ഉണർന്നാൽ ദേശം ഉണരും. ഹിന്ദു നശിച്ചാൽ സനാതന ധർമ്മം മുഴുവൻ നശിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഉണരണം. ശബരിമലക്ക് പോകുന്നത് ഹിന്ദുവിനെ ഉണർത്താനുള്ള ഒരു മന്ത്രമുണ്ടാ. എന്താ മന്ത്രം? സ്വാമിയേ. അപ്പോൾ ശബരിമലയുടെ ഐതിഹ്യം നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഈ പുസ്തകം എനിക്കറിയാം ഏത് നിമിഷവും ഈ പുസ്തകം നിരോധിക്കും. അതിനു മുമ്പ് എനിക്ക് ഈ പുസ്തകം പല സ്ഥലങ്ങളിൽ എത്തിക്കണം. ഞാൻ പലതവണ പറഞ്ഞു വാങ്ങുന്നു. എന്തിനറിയാം? ചിലപ്പോൾ ഈ പുസ്തകം ബാബരുടെ കുടുംബം പറയും ഇത് മതസൗഹാർദ്ദം തകർക്കുന്നതാണ്, അതുകൊണ്ട് ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞ് കോടതി പോകാം. അതിനു മുമ്പ് എല്ലാവരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കണം. അതിനാണ് അയ്യപ്പ സത്രത്തിൽ പോകുമ്പോൾ ഞാൻ ഈ ഭാരം എടുത്തിട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? സീറ്റ് ഉണ്ടായിരുന്നില്ല, ഉറങ്ങാൻ പറ്റില്ല. എന്നാലും ഈ പുസ്തകം ഇവിടെ എത്തിക്കാൻ അവന്റെ കെട്ടുമെടുത്തിട്ടാ വന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും
ഈ സനാതന ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായിട്ട് ആ ശരണമന്ത്രത്തോടു കൂടി നമുക്ക് പ്രതികരിക്കണം. നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട, ആരെയും ഉപദ്രവിക്കണ്ട. നമ്മളെ ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി. നമ്മൾ സനാതന ധർമ്മ വിശ്വാസികൾ സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമുക്ക് ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു മാർഗം, ഒരേ ഒരു ലക്ഷ്യം, അത് ശബരിമലയാണ്. ആ ശബരിമലയിൽ ഒരു വ്യത്യാസം, ഒരു ഗുണമുണ്ടെന്ന് പറഞ്ഞു. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അവിടെ എല്ലാവരും ഹിന്ദുക്കളാണ്, എല്ലാവരും സനാതന ധർമ്മ വിശ്വാസികളാണ്, എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണ്. ആ ബോധത്തോടു കൂടി എല്ലാവരും ശബരിമലക്ക് പോകാൻ വേണ്ടി തയ്യാറാവുക.